മുളക് പൊടി, കോൺഫ്ലവർ പൊടി, ഉപ്പ് ഈ മാത്രം സുർക്ക എസൻസ് മാത്രം ഇട്ടുകൊണ്ടാണ് നമ്മൾ മസാല തയ്യാറാക്കേണ്ടത്. അപ്പോൾ മസാല നമ്മൾ 500 പാക്കറ്റാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി പൊരിച്ച ബിരിയാണി. ഒരു ഏകദേശം 70 കിലോ ചിക്കൻ ഇട്ടാ. നമ്മൾ മസാല ഉണ്ടാക്കാൻ പരിപാടിയാണ്. ഒരു 2 ലിറ്റർ ഓയിൽ ഒഴിക്കട്ടാ. 2 ഗ്രാം പച്ചവെള്ളം ഇട്ട് കൊടുക്കാം. അങ്ങനെ ഒരു 24 ഗ്രാം ഉള്ളി ഇട്ട് കൊടുക്കട്ടാ. ഇട്ടാ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കട്ടോ. വാടാനുള്ള ഉപ്പാണ്. 100 മഞ്ഞപ്പൊടി ഇട്ടാ. 100 മഞ്ഞപ്പൊടി ഇടാം. അടുത്ത നമ്മൾ 1 കിലോ വെളുത്തുള്ളി പേസ്റ്റ് ഇടാം. നല്ല മിക്സ് ആക്കാം കേട്ടോ. നല്ല മിക്സ് ചെയ്യുക. 750 ഇഞ്ചി പേസ്റ്റ്. അപ്പോൾ നമ്മൾ വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട്, ഇഞ്ചി പേസ്റ്റ് ഇട്ട്, പച്ചമുളക് ഇട്ട്, ഉള്ളി ഇട്ട്, തക്കാളി ഇട്ട് ഒക്കെ ഇട്ടിടാം. 1 ലിറ്റർ തൈര് ഒഴിച്ചാൽ മിൽമേൻ്റെ തൈര് ഇട്ടാ. 7 ലിറ്റർ തൈര് ഒഴിക്കാം. 1 കിലോ ചപ്പ് ഇട്ട് കൊടുക്കുക. പൊതിനയും 1 കിലോ ഇട്ട് കൊടുക്കട്ടാ. ബിരിയാണി മസാല ഒരു 750 ഇട്ട് കൊടുക്കട്ടാ. അങ്ങനെ മസാല ഇവിടെ ഏകദേശം റെഡിയായി തുടങ്ങിക്കണേ. ഇതാ അടുത്ത ചെമ്പിൽ നമ്മൾ മസാല ഫുള്ള് സെറ്റായിക്കണേ. വെള്ളം വെച്ച് കുറച്ച് പട്ട, ഏലക്കായ് പൂട്ട് കൊടുക്കാം. 1 കിലോ ഉപ്പ് എന്തായാലും നിർബന്ധമാണ്. നമ്മൾ ഏകദേശം ഒരു 70 കിലോനാണ് നമ്മൾ റൈസ് ഉണ്ടാക്കിട്ടാ. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കട്ടോ. നമ്മൾ വെള്ളം തിളക്കാൻ തുടങ്ങി. അതിലേക്ക് ക്യാരറ്റ് ഇട്ടിക്കണേ. ഒരു 7 ലിറ്റർ സൺഫ്ലവർ ഓയിൽ ഒഴിക്കട്ടാ. ഇതിലേക്ക് കുറച്ച് ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് അരച്ചത്. അതിലേക്ക് 1 ലിറ്റർ ആർക്കേജ് ഒഴിക്കട്ടാ. നമ്മൾ റൈസ് വറ്റിച്ചെടുക്കുകയാണ്. ഏകദേശം ഒരു 80% വേവിലിട്ട് നമ്മൾ എടുക്കേണ്ടത്. അങ്ങനെ വെള്ളം തിളച്ചു. നമ്മൾ അരി കഴുകി അങ്ങനെ നമ്മൾ റൈസ് റെഡി ആയിട്ടാ. അപ്പം ഗ്യാസ് ഓഫ് ആകണേ. ഓക്കെ, നമ്മൾ കുത്തിരട്ടെ ഓരോ ചെമ്പക്ക് ഒന്നതിക്ക്. അങ്ങനെ നമ്മൾ 2 ചെമ്പും ഇവിടെ ദമ്മായിക്കണ്. ഇനി ഒരു അരമണിക്കൂർ കഴിഞ്ഞ ശേഷം നമ്മൾ ചെമ്പ് പൊട്ടിക്കൂട്ടാം. അങ്ങനെ നമ്മൾ ചോറ് പൊട്ടിച്ചു. മസാല ഇവിടെ സെറ്റായി. അപ്പം ചോറ് പാക്കറ്റ് ആക്കട്ടോ. അങ്ങനെ സർഫിൽ പാക്കറ്റ്. സർഫിൽ എത്രയാടാ? 300. കാക്കവിടെ റെഡി ആയിക്കൊണ്ട് ബോണ് അല്ല ലാലോണ് ചോറും പണി ബാബോടെ പാക്കറ്റിങ് നടത്തുന്നുട്ടാ. അപ്പോൾ നമ്മൾ കണ്ടെയ്നർ ഇവിടെ ഏകദേശം 500 റെഡി ആയിട്ടാ. ആ വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.